നമസ്കാരം. നമ്മളുടെ എല്ലാം കയ്യിൽ കുറച്ച് കാശ് മിച്ചം വന്നാൽ നമ്മൾ നേരെ ബാങ്കിൽ പോയി ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടും, അല്ലെ? എന്നാൽ അങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പലിശ എത്രയാണെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ കുറവായിരിക്കും. ഒരേ ബാങ്കിൽ തന്നെ മറ്റൊരു അക്കൗണ്ട് തുടങ്ങി പണമിട്ടാൽ ഇതിന്റെ ഇരട്ടി പലിശ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് നിങ്ങളുടെ ബാങ്കിൽ തന്നെ. ഇന്ന് നമ്മൾ നോക്കുന്നത് സേവിങ് അക്കൗണ്ടും ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ അറിയാൻ പാടില്ലാത്ത ആളുകളും ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം സേവിങ്സ് അക്കൗണ്ട് എന്താണ് എന്ന് നോക്കാം. പേര് പോലെ തന്നെ നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും ചെറിയ സേവിങ്സിനും വേണ്ടിയുള്ളതാണ് സേവിങ്സ് അക്കൗണ്ട്. ശമ്പളം വരാനും ഗൂഗിൾ പേ ചെയ്യാനും എപ്പോൾ വേണമെങ്കിലും ATM-ൽ പോയി കാശ് എടുക്കാനും ഇത് വളരെ നല്ലതാണ്. പക്ഷെ ഇതിന് വലിയൊരു പ്രശ്നമുണ്ട്. ഇതിൽ ബാങ്ക് നിങ്ങൾക്ക് തരുന്ന പലിശ വെറും 2.5% മുതൽ 3.5% വരെ മാത്രമാണ്. നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാൻ ഈ ചെറിയ പലിശ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ദീർഘകാലത്തേക്ക് പണം സൂക്ഷിക്കാൻ സേവിങ്സ് അക്കൗണ്ട് ഒട്ടും നല്ലതുമല്ല. എന്താണ് ഫിക്സഡ് ഡിപ്പോസിറ്റ്? FD എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇത് രണ്ടാമത്തെ കാര്യമാണ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് അഥവാ FD. നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. അത് അടുത്ത 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കരുതുക. ആ പണം സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്നതിന് പകരം ഒരു നിശ്ചിത കാലയളവിലേക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് FD എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നാൽ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ ഇരട്ടി പലിശ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും. നിലവിൽ പല ബാങ്കുകളും 6.5% മുതൽ 8% വരെ പലിശ FD-കൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ മുതിർന്ന പൗരന്മാരാണെങ്കിൽ, അതായത് സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ 1/2% പലിശ കൂടുതലും കിട്ടും. ഏറ്റവും സുരക്ഷിതമായ യാതൊരു റിസ്കുമില്ലാത്ത ഒരു നിക്ഷേപമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ FD ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ 1 വർഷത്തേക്കാണ് FD ഇട്ടതെങ്കിൽ ആ 1 വർഷം കഴിയുമ്പോഴേ നിങ്ങൾക്ക് മുഴുവൻ പലിശയും ലഭിക്കും. അതിനു മുമ്പ് അത്യാവശ്യം വന്ന ആ കാശ് പിൻവലിച്ചാൽ, അതായത് പ്രീമച്വർ വിഡ്രോവൽ എന്ന് പറയും, ബാങ്ക് ചെറിയൊരു തുക പെനാൽറ്റിയായി ഈടാക്കും. അതുകൊണ്ട് ഉടനെ ആവശ്യമില്ലാത്ത തുകകൾ മാത്രം FD ഇടുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ എമർജൻസി ഫണ്ടും ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള കാശും സേവിങ്സ് അക്കൗണ്ടിൽ ഇടുക. പെട്ടെന്ന് ആവശ്യമില്ലാത്ത ബാക്കി തുക FD അക്കൗണ്ടിൽ നിക്ഷേപിക്കുക. നിങ്ങൾ ഇപ്പോൾ പണം സൂക്ഷിക്കുന്ന എവിടെയാണെന്ന് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മാസ വരുമാനക്കാരായ സാധാരണക്കാർക്ക് വളരെ ചെറിയ തുക വെച്ച് ബാങ്കിൽ ചെയ്യാൻ പറ്റുന്ന RD, റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്താണ് എന്ന് നമ്മൾ പഠിക്കും. അത് മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ ഇടുക. കൂടാതെ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നന്ദി.